ഇടുക്കി ജില്ലയിലെ അടിമാലിക്കടുത്ത് മച്ചിപ്ലാവിൽ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആളുകൾക്ക് നൽകിയ ഒരു ഫ്ളാറ്റ് സമുച്ചയമുണ്ട്. സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നവുമായി കഴിഞ്ഞ 140ഓളം കുടുംബങ്ങൾക്ക് പുത്തൻ പ്രതീക്ഷകൾ നൽകിയ ഫ്ളാറ്റ് സമുച്ചയം. 2019 ഇവിടെ പുതിയ ജീവിതം ആരംഭിച്ച ഇവർ 4 വർഷങ്ങൾക്കിപ്പുറം ഇവിടേക്ക് വരേണ്ടിയിരുന്നില്ല എന്ന ചിന്തയിലാണ്. 2019 ഈസ്റ്റേൺ കമ്പനിയിൽ നിന്നും അടിമാലി ഗ്രാമപഞ്ചായത്ത് വാങ്ങി ലൈഫ് മിഷന് കൈമാറിയ ഒരു ഫ്ളാറ്റ് സമുച്ചയമാണ് എൻ്റെ പിന്നിൽ കാണുന്നത്. ഈസ്റ്റേണിലെ ജീവനക്കാർക്കായി പണിത ഈ ഫ്ളാറ്റിൽ മതിയായ അടിസ്ഥാന സൗകര്യങ്ങൾ പോരാ എന്ന് തോന്നിയതിനെ തുടർന്നാണ് ഈസ്റ്റേൺ ഈ ഫ്ളാറ്റ് പഞ്ചായത്തിന് വിറ്റത്. ഇവിടേക്ക് എത്തിയ സാധാരണക്കാർക്ക് പക്ഷേ പറയാനുള്ളത് ഒരു വഞ്ചനയുടെ കഥയാണ്. നമ്മൾ കടിഞ്ചായിട്ടോ ഇല്ലെങ്കിൽ തനിതായിട്ട് പച്ചവെള്ളം എടുത്തു കൊടുക്കാം. അത് കുടിക്കാൻ താല്പര്യമുള്ള ഏതെങ്കിലും നേതാക്കളുണ്ടോ? അതുപോലത്തെ മാലിന്യം നിറഞ്ഞ വെള്ളമാണ് നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ വോട്ട് ബഹിഷ്കരിക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ മാറി മാറി വരുന്ന സർക്കാരുകളെല്ലാം വാഗ്ദാനങ്ങൾ മാത്രം തന്ന് ഞങ്ങളെ സത്യത്തിൽ പറ്റിച്ചുകൊണ്ടിരിക്കുക. 3 ലിഫ്റ്റ് ഇവിടെയുണ്ട്, പക്ഷെ ഒരൊറ്റ ലിഫ്റ്റ് പോലും ഇവിടെ വർക്ക് ചെയ്യുന്നില്ല. 2-3 പ്രാവശ്യം ഓരോരുത്തർ വന്ന് നന്നാക്കി അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ കൊടുക്കാത്ത പരാതികളില്ല. പുറത്തിറങ്ങിയിട്ട് ആൾക്കാർ അവർ വേറെ ചർച്ച ചെയ്ത് അങ്ങോട്ട് മാറും. വാർഡ് മെമ്പർ ആണെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പറ്റില്ല, പഞ്ചായത്തിൽ പറയുമ്പോൾ പഞ്ചായത്തിൽ പറ്റില്ല. പിന്നെ നമ്മളിത് ആരുടെ പറയേണ്ട? നമ്മുടെ സംഘടനകൾ. ഇത്രയും നിവാസികൾ പല സ്ഥലത്ത് ഞങ്ങൾ പരാതി കൊടുത്തു, പക്ഷെ പരാതിയെല്ലാം ഈ ചവറ്റുകോട്ടയിൽ പോകാന്നല്ലാണ്ട് നമുക്ക് ഇതിനൊന്നും ഒരു പരിഹാരം ഒന്നും ഇവിടെ കിട്ടിയിട്ടില്ല. ഇനി ഞങ്ങൾ ഈ സമരം മരിക്കുന്നോടം വരെ സമരം ചെയ്യും. ഞങ്ങൾക്ക് നീതി കിട്ടുന്നോടം വരെ ഞങ്ങൾ സമരം ചെയ്യാൻ തീരുമാനിച്ചാണ്, ഉറപ്പിച്ചാണ്. ഞങ്ങൾ 140 വീട്ടുകാർ. പാർപ്പിട സമുച്ചയത്തിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ അസഹനീയമായ ദുർഗന്ധമാണ്. 2 വർഷത്തിലധികമായി ഈ ദുർഗന്ധം സഹിച്ചാണ് ഈ പാർപ്പിട സമുച്ചയത്തിലെ 140 കുടുംബങ്ങളും കഴിയുന്നത്. പൈപ്പ് പൊട്ടി ശൗചാലയ മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇവിടെ കെട്ടിക്കിടക്കുന്നു. പിഞ്ചു കുഞ്ഞുങ്ങളുമായി ഇവിടെ കഴിയുന്നവരിൽ അധികവും ഇന്ന് സാംക്രമിക രോഗങ്ങളുടെ പിടിയിലാണ്. കൃത്യസമയങ്ങളിൽ അറ്റകുറ്റപ്പണികൾ നടത്താതിരുന്നതാണ് ഇവിടെ താമസിക്കുന്ന ആളുകളുടെ ദുർഗതിക്ക് കാരണം. ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ വരുന്നതായ പൈപ്പ് വഴി വരുന്ന വെള്ളം എല്ലാം കടിഞ്ചായുടെ കളറിലാണ്. ഇരുമ്പിൻ്റെ സത്താണ് കൂടുതൽ വരുന്നത്. അത് കുടിക്കുമ്പോൾ കിഡ്നി മുതൽ ബാക്കിയുള്ള എല്ലാ രോഗങ്ങൾക്കും ഇവിടെ ഓരോരുത്തരായിട്ട് നിരന്തരം അഴിയ പോവുകയാണ്. അപ്പോൾ അതിനൊക്കെ ഒരു നീതി വേണം. പിന്നെ ഈ മാലിന്യ പ്രശ്നമായിട്ട് നമ്മൾ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ എന്നാന്ന് ചോദിച്ചാൽ ഇതിപ്പോൾ വരാൻ ഇവിടെ കുറേ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്, ആ ഫണ്ടിൻ്റെ കാര്യങ്ങളെല്ലാം വരും, അപ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഓക്കെ ആക്കി തരാം, നിങ്ങൾ വേറെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട എന്ന് പറയും. അത് പറഞ്ഞിട്ട് പോവും. പുറത്തിറങ്ങിയിട്ട് ആൾക്കാർ അവർ വേറെ ചർച്ച ചെയ്ത് അങ്ങോട്ട് മാറും. ബഹുനില കെട്ടിടത്തിന്റെ ലിഫ്റ്റുകൾ പ്രവർത്തനരഹിതമാണ്. പ്രായമായവരും രോഗികളും ഇതുമൂലം അനുഭവിക്കുന്നത് വലിയ ബുദ്ധിമുട്ട്. ഫ്ളാറ്റിന്റെ കൈവരികൾ അത്രയും തുരുമ്പെടുത്ത് നശിച്ച നിലയിൽ. ഇരുമ്പ് കമ്പികളിൽ തുണി കെട്ടി സുരക്ഷയൊരുക്കിയിരിക്കുന്ന കാഴ്ചകൾ. 3 ലിഫ്റ്റ് ഇവിടെയുണ്ട്, പക്ഷെ ഒരൊറ്റ ലിഫ്റ്റ് പോലും ഇവിടെ വർക്ക് ചെയ്യുന്നില്ല. 2-3 പ്രാവശ്യം ഓരോരുത്തർ വന്ന് നന്നാക്കി അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ കൊടുക്കാത്ത പരാതികളില്ല. ഇത്രയും നിവാസികൾ പല സ്ഥലത്ത് ഞങ്ങൾ പരാതി കൊടുത്തു, പക്ഷെ പരാതിയെല്ലാം ഈ ചവറ്റുകോട്ടയിൽ പോകാന്നല്ലാണ്ട് നമുക്ക് ഇതിനൊന്നും ഒരു പരിഹാരം ഒന്നും ഇവിടെ കിട്ടിയിട്ടില്ല. തങ്ങളുടെ ദുർഗതികൾ വിവരിച്ചുള്ള പരാതിയുമായി ഇവർ എത്തിയിടത്തു നിന്നെല്ലാം നേരിട്ടത് തികഞ്ഞ അവഗണന. അതിനാൽ തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതുവരെ തിരഞ്ഞെടുപ്പുകളിൽ നിന്നും വോട്ട് ബഹിഷ്കരിക്കാനാണ് ഈ 140 കുടുംബങ്ങളും തീരുമാനിച്ചിരിക്കുന്നത്. ഞങ്ങൾ വോട്ട് ബഹിഷ്കരിക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ മാറി മാറി വരുന്ന സർക്കാരുകളെല്ലാം വാഗ്ദാനങ്ങൾ മാത്രം തന്ന് ഞങ്ങളെ സത്യത്തിൽ പറ്റിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് ചെയ്യാം, നാളെ ചെയ്യാം, നാളത്തെ കഴിഞ്ഞ് ചെയ്യാം എന്ന് പറഞ്ഞ് പറ്റിക്കുന്നതല്ലാതെ ഇവിടെ ഒന്നും നടക്കുന്നില്ല. അതിനൊരു പ്രതിഷേധമായിട്ടാണ് ഞങ്ങൾ ആരും മത്സരിക്കാനല്ല, ഞങ്ങൾ അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വോട്ട് 140 കുടുംബങ്ങളും ഞങ്ങൾ ഇനി ഇവിടുന്ന് വോട്ട് ചെയ്യല. 1200ഓളം വോട്ടുകളുണ്ട്. 1200 വോട്ടും ഞങ്ങൾ ചെയ്യലെന്ന് ഞങ്ങളിവിടെ പൊതുയോഗം ചേർന്ന് തീരുമാനിച്ച കാര്യമാണ്. ഇവരുടെ പരാതികളിൽ പരിഹാരം കാണേണ്ട അടിമാലി ഗ്രാമപഞ്ചായത്ത് കാണിച്ച അവഗണനയാണ് ഇവരെ ഈ ദുരിത ജീവിതത്തിൽ എത്തിച്ചത്. പാർപ്പിട സമുച്ചയത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ ഇനിയും കാലതാമസമെടുത്താൽ പ്രത്യക്ഷ പ്രതിഷേധവുമായി ഇവർ രംഗത്തെത്തിയേക്കും. കഴിഞ്ഞ 2 വർഷമായി നരകജീവിതം നയിക്കുകയാണ് ഇവിടെ താമസിക്കുന്ന 140 കുടുംബങ്ങൾ. പരാതിയുമായി രാഷ്ട്രീയക്കാരെയും സർക്കാർ സംവിധാനങ്ങളെയും സമീപിച്ചപ്പോൾ ഇവർക്ക് ലഭിച്ചത് അവഗണന മാത്രം. അതുകൊണ്ട് തന്നെ തങ്ങളെ അവഗണിച്ച രാഷ്ട്രീയക്കാർക്ക് വോട്ടില്ല എന്ന ഇവരുടെ തീരുമാനത്തിൽ യാതൊരു തെറ്റുമില്ല. അനൂപ് ശിവദാസിനൊപ്പം സുബിൻ തോമസ്, ജനം, ഇടുക്കി.
ഈ വാർത്തയിൽ വിശദ വിവരങ്ങൾ നൽകാൻ സുബിനുണ്ട് നമ്മളോടൊപ്പം. സുബിൻ, വിവരങ്ങൾ. 2019 ഈ ഒരു ഫ്ളാറ്റ് സമുച്ചയം ഇത്തരത്തിൽ ഈസ്റ്റേൺ കമ്പനി അടിമാലി ഗ്രാമപഞ്ചായത്തിന് കൈമാറുന്നത്. അതിനുശേഷം അടിമാലി ഗ്രാമപഞ്ചായത്ത് ഇത് ലൈഫ് മിഷന് നൽകുകയായിരുന്നു. പ്രധാനമായും ഈ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇടുക്കി ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ സ്വന്തമായി വീടില്ലാതെ കഴിഞ്ഞിരുന്ന ആളുകൾക്കാണ് ഈ ഫ്ളാറ്റുകൾ നൽകിയിരുന്നത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഈ ഫ്ളാറ്റിൽ താമസിക്കുന്നുണ്ട്. 2019 ഇവർ ഈ ഫ്ളാറ്റിലേക്ക് എത്തുമ്പോൾ ഒരു വലിയ പ്രതീക്ഷയോട് കൂടിയാണ് അവർ അവിടെ എത്തുന്നത്. ഒരു പുതിയ ജീവിതം സ്വപ്നം കണ്ടാണ് ഇവരെല്ലാം തന്നെ ഈ 140 കുടുംബങ്ങളും ഇവിടേക്ക് എത്തുന്നത്. ആദ്യ ഒരു വർഷം അത് സുഖമായി തന്നെ മുമ്പോട്ട് പോയി. അതിനുശേഷമാണ് ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ അവിടെ ഉടലെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഏറ്റവും വലിയ പ്രശ്നമായി ഇപ്പോൾ നിലവിൽ അവിടെ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നത് മാലിന്യ പ്രശ്നമാണ്. മാലിന്യ നിർമ്മാർജ്ജനത്തിനോ യാതൊരുവിധ സംവിധാനങ്ങളും അവിടെ ഇല്ല എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ ഈ പൈപ്പുകളെല്ലാം പൊട്ടി ഈ ഒരു വെള്ളം ഈ വീടുകൾക്കുള്ളിലൂടെ തന്നെ ഒഴുകുന്ന ഒരു സാഹചര്യമാണ്. വീടുകളിൽ തന്നെ കെട്ടി നിൽക്കുന്ന സാഹചര്യമായിരുന്നു. അത് തുടർച്ചയായി വന്ന് നിലവിൽ ഇപ്പോൾ ഈ ഒരു പാർപ്പിട സമുച്ചയത്തിന് ചുറ്റുമുള്ള പൈപ്പുകളെല്ലാം തന്നെ പൊട്ടി ഈ ഒരു പുറത്തുകൂടെ ഒഴുകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ വേസ്റ്റ് വെള്ളം ഉൾപ്പെടെയുള്ളവ, അതായത് ഈ ശൗചാലയ മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള പൈപ്പ് പൊട്ടിയ ഇത്തരത്തിൽ ഈ ഒരു വേസ്റ്റ് വെള്ളം ഈ പുറത്തുകൂടി എല്ലാം തന്നെ ഒഴുകുന്ന ഒരു സാഹചര്യം. ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവർ പഞ്ചായത്തിനെ പലതവണ ബന്ധപ്പെട്ടു. 2020 മുതൽ ഈ ഒരു പഞ്ചായത്തുമായി നിരന്തരം ബന്ധപ്പെടുകയാണ്. ഈ ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ ശരിയാക്കണം, ഈ ഒരു പ്രശ്നങ്ങൾ പരിഹരിച്ചു തരണം, ഇതിന് വേണ്ട സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം എന്നെല്ലാം തന്നെ ഇവർ പറഞ്ഞിരുന്നതുമാണ്. പക്ഷേ അതിനൊന്നും തന്നെ ഈ ഒരു പഞ്ചായത്ത് തയ്യാറാകാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. വാർഡ് മെമ്പറോട് പറയുമ്പോൾ അത് സെക്രട്ടറിയെ പോയി കാണൂ, സെക്രട്ടറിയോട് പരാതി പറയൂ എന്ന് വാർഡ് മെമ്പർ പറയുന്നു. സെക്രട്ടറിയുടെ അടുത്തേക്ക് ഈ ഒരു കാര്യങ്ങളുമായി എത്തുമ്പോൾ സെക്രട്ടറി തികഞ്ഞ അവഗണനയോടെ ഇവരെ പുറത്താക്കുന്ന ഒരു സാഹചര്യം. അത്തരത്തിൽ വലിയ രീതിയിലുള്ള അവഗണന ഇവർ അവിടെ നേരിട്ടു എന്നുള്ളതാണ് ഇവരുമായി സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഒരു തരത്തിലും ഇപ്പോൾ ജീവിക്കാൻ മുമ്പോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഈ ഫ്ളാറ്റിൽ ഉള്ളത് എന്നുള്ളതാണ് അവർ പറയുന്നത്. പ്രധാനമായും കുടിവെള്ളം ഉൾപ്പെടെയുള്ളവയ്ക്ക് വലിയ രീതിയിലുള്ള ക്ഷാമം അവിടെ നേരിടുന്നു എന്നുള്ള ഒരു കാര്യം. അതായത് ഇനിയിപ്പോൾ ഏകദേശം ഒരാഴ്ച കൂടി മുമ്പോട്ട് പോകാനുള്ള കുടിവെള്ളം മാത്രമാണ് അവർക്കുള്ളത്. അതിനുശേഷം ഇനി എന്ത് ചെയ്യുമെന്ന ഒരു ചോദ്യചിഹ്നവും അവർക്ക് മുമ്പിലുണ്ട്. പക്ഷേ ഈ അടിമാലി ഗ്രാമപഞ്ചായത്ത് ഇതിനൊന്നും തന്നെ ഈ ഒരു ആവശ്യങ്ങൾക്കൊന്നും തന്നെ ഇവരുടെ ആവശ്യങ്ങൾക്കൊന്നും തന്നെ മുഖവില നൽകുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് നൽകുന്നില്ല എന്നുള്ളൊരു പരാതിയാണ് പ്രധാനമായും ഇവർ മുമ്പോട്ട് വയ്ക്കുന്നത്. ഈ ഒരു മലിനജലവും അതുപോലെ തന്നെ മാലിന്യത്തിന് ചുറ്റും കിടക്കുന്ന ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ അവിടെ നമുക്ക് ദൃശ്യങ്ങളൊക്കെ കാണുന്നത് പോലെ നിരവധി കുഞ്ഞു കുട്ടികളൊക്കെ, ഒരു വയസ്സിന് താഴെയുമുള്ള കുട്ടികൾ നിരവധിയുള്ള ഒരു ഫ്ളാറ്റ് സമുച്ചയമാണ് അവിടെ ഉള്ളത്. ഒത്തിരി കുട്ടികൾ അവിടെയുണ്ട്. അവർക്കെല്ലാം തന്നെ സാംക്രമികമായ പല രോഗങ്ങളും ഇപ്പോൾ തന്നെ പിടിപെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഏകദേശം 2 വർഷത്തോളമായി ഈ ഒരു ദുർഗന്ധത്തിലും മാലിന്യത്തിനും ഉള്ളിൽ കിടന്നുകൊണ്ടാണ് ഈ ഇവിടെയുള്ള ആളുകൾ ജീവിക്കുന്നത്. പക്ഷേ അവർക്ക് വലിയ രീതിയിലുള്ള ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഇത് മുഖാന്തരം ഉണ്ടാകുന്നു എന്നുള്ളൊരു കാര്യവും വസ്തുതയാണ്. കുട്ടികൾക്ക് ശ്വാസമുട്ടൽ ഉൾപ്പെടെയുള്ള അസുഖങ്ങളാണ് നിലവിലിപ്പോൾ ഏറ്റവും കൂടുതലായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നവജാത ശിശുക്കൾക്കടക്കം ഇത്തരത്തിലുള്ള ഈ ഒരു അസുഖങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷേ ഈ ഒരു കാര്യങ്ങൾ പല രാഷ്ട്രീയ നേതാക്കളെ കണ്ടുവെങ്കിൽ പോലും ഇതിനൊന്നും തന്നെ ഈ ഒരു പരിഹാരം കാണാനുള്ള ഒരു നടപടി ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. അതിൽ ഈ പല വീടുകളിലും ഈ വിധവകളായിട്ടുള്ള ആളുകൾ താമസിക്കുന്നുണ്ട്, വൃദ്ധരായിട്ടുള്ള ആളുകൾ താമസിക്കുന്നുണ്ട്, തനിയെ താമസിക്കുന്നുണ്ട്. കൂടാതെ ഈ രോഗികൾ, പലവിധ രോഗങ്ങളുള്ള ആളുകൾ, ക്യാൻസർ രോഗികളായിട്ടുള്ള നിരവധി ആളുകൾ എല്ലാം തന്നെ ഇവിടെ താമസിക്കുന്ന കൂട്ടത്തിലുണ്ട്. പക്ഷേ ഇത് 7 നിലയോളം വരുന്ന 7 നിലയുള്ള ഒരു കെട്ടിടമാണ്. ഈ കെട്ടിടത്തിന് മുകളിലേക്ക് സ്റ്റെപ്പുകൾ കയറി പോകേണ്ട ഒരു ഗതികേട്. ലിഫ്റ്റുകൾ 4 എണ്ണം ഉണ്ടെങ്കിലും ഇതെല്ലാം തന്നെ പ്രവർത്തനരഹിതമാണ്. ഈ കുടിവെള്ളം അത് ഏറ്റവും താഴത്തെ നിലയിൽ നിന്നും ചുമന്നുകൊണ്ട് മുകളിലേക്ക് കയറി പോകേണ്ട ഒരവസ്ഥ. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട്, ഒരു നരക ജീവിതം തന്നെയാണ് അവർ നയിക്കുന്നത് എന്നുള്ളതാണ് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ ഒരു ഇവരുടെ പരാതികളിലൊന്നും തന്നെ യാതൊരുവിധ ഒരു നടപടികളും ഉണ്ടാകാതെ വന്നതോടുകൂടിയാണ് ഈ തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അവർ എത്തിയത്. അത്തരത്തിൽ ഒരു ബോർഡ് അവർ സ്ഥാപിച്ചു. രാഷ്ട്രീയക്കാർ ഇനി ഇവിടേക്ക് വരേണ്ടതില്ല. തങ്ങളുടെ പ്രശ്നങ്ങൾ കാണാതെ, അല്ലെങ്കിൽ തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് കൃത്യമായ പരിഹാരം ഉണ്ടാകാതെ ഇനി ആർക്കും വോട്ട് നൽകില്ല എന്നുള്ള ഒരു നിലപാടിലേക്കാണ് അവർ പോയിരിക്കുന്നത്. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്
ആരംഭിച്ച് ഇനിയിപ്പോൾ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒന്നും തന്നെ വോട്ട് ചെയ്യേണ്ടതില്ല എന്നൊരു നിലപാടാണ് നിലവിൽ അവർ സ്വീകരിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ഒരു പ്രതിഷേധത്തിലൂടെ അല്ലെങ്കിൽ ഇനിയും അവരുടെ പ്രശ്നങ്ങൾ സർക്കാർ സംവിധാനങ്ങൾ കാണാതെ പോയാൽ അല്ലെങ്കിൽ രാഷ്ട്രീയ സംവിധാനങ്ങൾ കാണാതെ പോയാൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് പോകാനാണ് നിലവിൽ അവർ തീരുമാനിച്ചിട്ടുള്ളത്. കളക്ടറേറ്റിലടക്കം ഉപരോധ സമരം സംഘടിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ പ്രശ്നം പൊതുമധ്യത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കമാണ് എന്തായാലും അവർ സ്വീകരിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് നടപടിക്രമങ്ങൾ ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും അവർ കഴിയുന്നത്. അതേസമയം നമ്മൾ നോക്കിക്കാണേണ്ട ഒരു കാര്യമെന്നുള്ളത് ഈ 2019 നൽകിയ ഫ്ളാറ്റിന്റെ പല ഭാഗങ്ങളും ഇപ്പോൾ പൊട്ടി തകരുന്ന ഒരവസ്ഥ, കൂടാതെ വയറിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ തകർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇതൊന്നും തന്നെ അറ്റകുറ്റപ്പണികൾ നടത്തി ശരിയാക്കാഞ്ഞതാണ് ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ നിലവിൽ ഇത്തരത്തിലുള്ള രൂക്ഷമായ പ്രതിസന്ധി ഉണ്ടാകാൻ കാരണമെന്നുള്ള കാര്യമാണ് അവർ പറയുന്നത്. ആദ്യഘട്ടത്തിൽ 500 രൂപ യൂസർ ഫീ എല്ലാം തന്നെ ഇവർ വാങ്ങിയിരുന്നു, ഈ ഒരു പഞ്ചായത്ത് വാങ്ങിയിരുന്നു. ഇതിന് കെയർ ടേക്കർ ഉണ്ടായിരുന്നു, മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ ഒരു ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന തുക അത് വാങ്ങുന്നുണ്ടെങ്കിൽ പോലും പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കാതെ വന്നതോടുകൂടിയാണ് ഇവർ ഈ ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഉടനെ തന്നെ അല്ലെങ്കിൽ ഈ അടുത്ത വലിയ ഒരു കാലതാമസമില്ലാതെ തന്നെ തങ്ങളുടെ ഈ ഒരു പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നൊരു ആവശ്യം അവർ മുമ്പോട്ട് വയ്ക്കുന്നു. അങ്ങനെ കാണാൻ സാധിച്ചില്ലെങ്കിൽ പ്രത്യക്ഷ സമരങ്ങളിലേക്ക് പോകാനാണ് ഇവിടെയുള്ള 140 കുടുംബങ്ങളും തീരുമാനിച്ചിട്ടുള്ളത്.